അങ്ങ് പറഞ്ഞത് കേരള പോലീസ് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു 100%. തീവ്രവാദ ശക്തികൾ അഴിഞ്ഞാടുക കേരളത്തിൽ. നമ്മൾ തീവ്രവാദത്തിനെതിരാണ്, പക്ഷെ മതത്തിനെതിരാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ തീവ്രവാദത്തെ തുറന്നു കാട്ടുക എന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് സുരക്ഷിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ നടത്തിയ പരിപാടി ഭാരതീയ ജനതാ പാർട്ടി. അല്ല, നമ്മൾ തീവ്രവാദത്തിനെതിരാണ്, പക്ഷെ മതത്തിനെതിരല്ല. ഞങ്ങളുടെ കൂടെ സലാം സാറ്, എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങളുടെ ചുമതലയിലുണ്ട്. ഇന്ന് ഭാരതത്തിൽ എടുത്താൽ ഏറ്റവും കൂടുതൽ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ BJPയുടെ പ്രവർത്തകർ, മുക്താർ അബ്ബാസ്, എത്രയോ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ, അല്ലെങ്കിൽ വലിയ നേതാക്കന്മാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. മുസ്ലിം സമുദായത്തെയും തീവ്രവാദത്തെയും കൂട്ടിക്കെട്ടാനാണ് കേരള സർക്കാർ സമ്മതി. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ മക്കയിൽ പോകുന്ന ഈ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കൊള്ളയും ഇതുമില്ലല്ലോ. ഇവർ ഈ പറയുന്ന മതേതരത്വം പറയുന്നവർ എത്രത്തോളം ഹജ്ജിന് പോകുന്നതിൽ എന്ത് അഴിമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ കോഴിക്കോട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനടക്കം ആളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് തുറന്നു. കോഴിക്കോട് ഹജ്ജിന് തീർത്ഥാടകർക്ക് പോകേണ്ടി വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്ക് തുറന്നു. അവർക്ക് വേണ്ട എത്രയോ സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവാതിലിൽ കൂടിയല്ലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പോകാൻ പറ്റ സാധാരണക്കാർ, പാവപ്പെട്ടവർക്കെല്ലാം തന്നെ ഹജ്ജിന് പോകാനുള്ള ക്രമീകരണം ഉണ്ടായില്ല നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം. അപ്പോൾ അതെങ്ങനെയാണ് അത് പറയുന്നത്? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത എന്തൊരു പ്രത്യേകതയാണ്. തീവ്രവാദം പറയുമ്പോൾ അത് മതവുമായി കണക്ട് ചെയ്യുന്ന ഒരു വലിയ സ്ഥിതിവിശേഷമാണ്. അത് നെറേറ്റീവാണ്. ഇവിടുത്തെ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒരു നെറേറ്റീവാണ്. ആ നെറേറ്റീവ് അധികം കാലം പിടിച്ചു നിൽക്കാനായിട്ട് അവർക്കും സാധിക്കില്ലെന്ന് അവർക്കും നല്ല ബോധ്യമുണ്ട്. നമുക്കിനി വിശ്വാസ സംരക്ഷണത്തിലേക്ക് വരും. അപ്പോൾ വിശ്വാസ സംരക്ഷണത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യം ഉയർന്നത് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശം ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ്. യുവതീ പ്രവേശത്തിനെ സംബന്ധിച്ചൊരു കോടതി വിധി ഉണ്ടായി. അത് തിടുക്കപ്പെട്ട സർക്കാർ നടപ്പാക്കുകയും അതിനെ ചൊല്ലി വീഴ്ച. പക്ഷേ പിന്നീട് മനസ്സിലാകുന്നത് കേരള സർക്കാരും ഇടത് മുന്നണിയും ആ നിലപാട് മാറ്റുകയും ഈ യുവതി പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു തെറ്റ് തിരുത്താൻ സന്നദ്ധമാവുകയും ഒരു പ്രായശ്ചിത്തം എന്നോണം അയ്യപ്പ സംഗമം നടത്തുകയും ചെയ്തു. അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ BJP? ഒരിക്കലുമില്ല. കാരണം പറഞ്ഞപ്പോൾ വളരെ നമുക്ക് ഈസി ആയിട്ടങ്ങ് കഴിഞ്ഞു. വളരെ ഇതാണ്. ഇന്ന് ചാനൽ ഫ്ലോറുകളിൽ വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാരോടും ഇവിടുത്തെ CPM-കാരോട് ചോദ്യം, എനിക്ക് ഇപ്പം നിലവിൽ എൻ്റെ നാട്ടിൽ മാത്രം എനിക്ക് ഉൾപ്പെടെ എത്രയോ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇന്ന് കേസ് നിൽക്കുക. ഞാൻ ഇന്നും കോടതി കയറിക്കൊണ്ടിരിക്കുക ഈ ഒരു വിഷയത്തിൽ. മനീതി വന്ന സമയത്ത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേസുകളുണ്ടായത് എരുമേലി കാഞ്ഞിരപ്പള്ളി മേഖലയിലാണ്. കാരണം ഇവരെ തടയാൻ വേണ്ടി മാത്രം. അന്ന് എന്തൊരു ആർജവമായിരുന്നു. എത്രയോ അന്ന് നമ്മൾ ചോദിച്ചു, നിരവധി ഹൈക്കോടതി ഉത്തരവുകളുണ്ട്, അതെല്ലാം നിങ്ങൾ നടപ്പാക്കുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അത് നടപ്പാക്കാനുള്ള ഏറ്റവും വലിയ ഒരു പത്രസമ്മേളനം കയറി കാലുകുത്തി എന്ന് പറഞ്ഞ ഒരു പത്രസമ്മേളനം നടത്താൻ വ്യഗ്രത കൊണ്ടിരുന്നയാളാണ് പിണറായി വിജയൻ. അതിനുശേഷമാണ് ഈ പറയുന്ന ഇത് തിരിച്ചടിച്ചു എന്ന് മനസ്സിൽ പതുക്കെ പുറകോട്ട് വന്ന് ഈ വിശ്വാസ മതിൽ, അതായത് നവോത്ഥാന മതിൽ തീർത്തു. എന്തായി? മറ്റൊരു കാര്യത്തിന് നവോത്ഥാനം വേണ്ടേ? ഇനി അതവിടെ നിൽക്കട്ടെ. വിശ്വാസ സംരക്ഷണവുമായി പറയുമ്പോൾ ഇന്ന് ആരൊക്കെയാണ് അകത്ത് കിടക്കുന്നത്? അല്ലെങ്കിൽ ഓരോ ദിവസവും അവിടുത്തെ ശബരിമല സ്വർണ്ണ കൊള്ള. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഞാനൊരു പത്രസമ്മേളനം നടത്തിയമായി. ഞാൻ ആലപ്പുഴ കളക്ടറേറ്റിൽ ഒരു മാർച്ചിൽ ഞാൻ സംസാരിച്ച വിഷയം, അന്ന് മുരാരിമാവുവിനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പ്രധാനപ്പെട്ട 4-5 ആളുകൾ, ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു. അതിലൊരു വ്യക്തി എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ കേരള സർക്കാർ അറിയാൻ വയ്യാണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ അവിടുത്തെ ആളുകൾ നെയ്യ് ക്രമക്കേട് പറഞ്ഞല്ലോ. ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഞാൻ അത് പത്രസമ്മേളനത്തിൽ ആദ്യം തന്നെ പറഞ്ഞു. ഏതാണ്ട് 10-25 ഒരു വലിയ വൃന്ദം ഈ ശബരിമല ഈ ശ്രീകോവിലിന് ചുറ്റുമുണ്ട്. ആ ശ്രീകോവിലിന് ചുറ്റുമുള്ള ഒരു വിഷയത്തിൽ ഇന്ന ആളുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നെയ്യഭിഷേകത്തിന് പിടിക്കപ്പെട്ട ആളുകൾ ഏത് ഇതിൽപ്പെട്ട ആളാണ്? ഏത് ഇതിൽപ്പെട്ട ആളുകളാണ് ഇത് ചെയ്യുന്നത്? പോറ്റിയായിട്ട് ആർക്കാ ബന്ധം?
അല്ലെങ്കിൽ അവിടെ ഇവരെ പുറത്ത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ പ്രായപരിധി ആകുമ്പോൾ നമ്മൾ അത് രാഷ്ട്രീയ എവിടെയാണെങ്കിലും നമ്മൾ ഒരു റിലീവ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഇല്ലാതെ നിരന്തരമായി അവിടെ നിന്ന് ഇപ്പോഴും ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഒരു തരത്തിലും ശബരിമലയിൽ പല നടപടിക്രമങ്ങളും നേരിട്ടവരെ ഈ ശബരിമല ഓഫീസേഴ്സിലായിട്ട് വെക്കരുതുണ്ട്. അവിടെ വെച്ചിരിക്കും. ഇതൊക്കെ പോട്ടെ, ഞാൻ പറയുന്ന ഈ സ്വർണം ഇപ്പോൾ രണ്ട് കൂട്ടരിലേക്കും സോണിയയിലേക്ക് എത്തിയതുകൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ആ ഇറ്റലിയിലെ മാർക്കറ്റിൽ ഈ സാധനം ചെന്നു. സോണിയയുടെ സഹോദരങ്ങൾക്കാണ് ഈ ബിസിനസ് ഉള്ളതെന്നൊക്കെ ഇപ്പോൾ വെളിയിൽ വന്നു കഴിഞ്ഞ സംഗതികളാണ്. ഇവർ രണ്ടുപേരുടെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇതെവിടെയാണ് ഈ സ്വർണം കൊണ്ടുപോയത്? എവിടെയാണിത്? ഇതറിയാനുള്ള ആകാംക്ഷ ഇവിടുത്തെ വിശ്വാസ സംരക്ഷണം നിങ്ങൾ സംരക്ഷിച്ചെന്നുണ്ടെങ്കിൽ ഇന്ന് പത്മകുമാർ വെളിയിൽ വരുന്നു, ഓരോരുത്തരും വെളിയിൽ വരികയും. പിന്നെ തന്ത്രിയുടെ വിഷയം പറഞ്ഞു. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് ഏതെങ്കിലും മാധ്യമങ്ങൾ അറിഞ്ഞോ? കടകംപള്ളിയെ ചോദ്യം ചെയ്ത് ആരെങ്കിലും പറഞ്ഞു? ചിലരെ ചോദ്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി ചോദ്യം ചെയ്യുക, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം എന്താ ഈ അവസ്ഥ? എല്ലാവരും വെളിയിൽ വന്നു. ആ വിഷയം അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഇതൊരു വലിയ കൊള്ളയുടെ ഭാഗമാണ്. ഇത് സ്വർണം എന്നുള്ളതല്ല, അതിനകത്തെ അതിൻ്റെ പഴക്കം, പുരാവസ്തു എന്നുള്ള നിലയെ വേണം കാണാൻ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്നോട് അവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇതൊന്നും അല്ല പ്രശ്നം. ഇരടിയം അടക്കമുള്ള കാലങ്ങളോളം നിന്നതിന് മുമ്പുണ്ടായിരുന്നൊരു ചെമ്പുണ്ട്, അതിലേക്ക് അന്വേഷണം വരണം. ഇതിൻ്റെ 2 ഇരട്ടി, ഞാനിപ്പോഴാണ് പറയുന്നത്, ഇതിനിരട്ടി മൂല്യമുള്ള ചെമ്പ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ചെമ്പും വെള്ളിയൊക്കെ അന്വേഷണത്തിലേക്ക് ഇനി വരണം. എന്തുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണത്തെ കേരള സർക്കാർ മടിക്കുന്നു? എന്തുകൊണ്ട് മടിക്കുന്നു? പിന്നെ വിശ്വാസത്തെ സംബന്ധിച്ച് വിശ്വാസം ഇല്ലാത്ത ആളുകളാണല്ലോ ഇത് ഭരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആറ്റുകാലിൽ നമ്മുടെ ദേവസ്വം മന്ത്രി വാസവനടക്കം എല്ലാവരും കയ്യും കെട്ടി നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. ശബരിമല പോയാൽ കയ്യും കെട്ടി. വിശ്വാസമില്ലാത്തവരെന്തിനാണ് അവിടെ പോകുന്നത്? വിശ്വാസമുള്ള ആളുകളെയല്ലേ ഇത് ഏൽപ്പിക്കേണ്ടത്? അപ്പോൾ വിശ്വാസ സംരക്ഷണം അതിൻ്റെ ബ്രോഡായിട്ടുള്ള അതിൻ്റെ ബ്രോഡായിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരാം. ഓരോരോ അമ്പലം അല്ലെങ്കിൽ ഓരോരോ പള്ളി എന്നത് ഒന്നുമല്ലാതെ വിശ്വാസ സംരക്ഷണം ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നതാണല്ലോ. ആ ഒരു കാഴ്ചപ്പാടിന് എങ്ങനെ സാധ്യമാക്കാമെന്നാണ് BJP കരുതുന്നത്? ഈ ഓരോ ക്ഷേത്രങ്ങളും അത് വിശ്വാസികൾ അടങ്ങുന്ന ഭരണസമിതി ആവണം വരേണ്ടത്. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അല്ലാതെ അവിശ്വാസികളല്ല ക്ഷേത്രഭരണം നടത്തേണ്ടത്. അത് എവിടെയാണെങ്കിലും ഏത് ക്ഷേത്രമാണെങ്കിലും അത് വിശ്വാസികളുടെ വേണം. ഭക്തജനങ്ങളെ കൂടെ നിർത്തിയിട്ടുള്ള ഒരു ഭരണസമിതി അത് നിലവിൽ വരണം. അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇത് കാര്യങ്ങളെല്ലാം നടക്കേണ്ടത്. അവരുടെ ആ മേൽനോട്ടത്തിൽ വേണം മുഴുവൻ കാര്യങ്ങളും നടത്താൻ. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും. ഇതാണ് നമ്മൾ പറയുന്നത് വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഒരു ക്ഷേത്രത്തിൽ പോയി അമ്പലത്തിൽ ഭഗവാന് മുമ്പിൽ ഇപ്പോൾ കാണിക്കിടാൻ പോലും മേലാത്ത തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറണം. ഇതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഈ 3 മുദ്രാവാക്യങ്ങൾ മുന്നോട്ട്, വികസിത കേരളം, സംരക്ഷിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ കേരളം, അത് 3 മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ BJPയുടെ ഒരു പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ NDA മത്സരിക്കാനായിട്ട് മത്സരിക്കുന്നു. ഇന്ന് നമ്മളെടുത്ത് നോക്കിയേ, ഏറ്റവും എതിരായി നെറേറ്റീവ് പറയുന്ന മാധ്യമങ്ങൾ പോലും, അല്ലെങ്കിൽ മാധ്യമങ്ങളാണല്ലോ നെറേറ്റീവ്, രാഷ്ട്രീയക്കാർ പോലും, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 11 സ്ഥലത്ത് BJP അല്ലെങ്കിൽ NDA രണ്ടാമതുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചു. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അത്രയും എത്തി നിൽക്കുകയാണ് ഇന്ന് കേരളത്തിൽ. അത് വരുന്ന സമയത്ത് ഇവിടുത്തെ ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾ പരസ്പരം കൈ കൊടുക്കുന്ന ഒരു സമീപനം BJP ജയിക്കുന്നിടത്തുണ്ടാക്കും എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിൽ പോലും ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു, വലിയൊരു മുന്നേറ്റം. അത്ര സീറ്റ് എന്നുള്ളതല്ല, ഇവിടെ ഇത്തവണ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു നേട്ടം വോട്ട് ഷെയറിലാണെങ്കിലും ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുന്നണി എന്ന് പറയുന്നത് NDA ആയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് എല്ലാവരുടെയും ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി. ഇവരെ 2 കൂട്ടരെയും, ഇടതായാലും ശരി വലതായാലും ശരി, അവരെ മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞത് എന്താ? സ്വപ്നം കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ ആലപ്പുഴയിൽ 8 പഞ്ചായത്തുകളുടെ ഭരണം BJPയുടെ കയ്യിലാണ്. വോട്ടിംഗ് ഷെയർ 22 പഞ്ചായത്തിൽ തന്നെ എടുത്തു നോക്കി. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ എനിക്കറിയാം, ഓരോ സ്ഥലത്തും പഞ്ചായത്തുകളിൽ BJP ജയിക്കും എന്നുള്ളിടത്ത് ഞങ്ങൾ ആ ലിസ്റ്റ് വെളിവിട്ടു. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രസ് മീറ്റ് സമയത്ത് എത്രയോ സ്ഥലങ്ങളിലാണ് പരസ്പരം വോട്ട് ഷെയർ ഒന്നിച്ചാക്കിയത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പള്ളിക്കത്തോട്ടിൽ പോലും ഞങ്ങൾക്ക് അതിനുള്ള സമയം നമുക്കില്ല. ഓരോന്നും നമുക്ക് വാർഡുകളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 200 വോട്ട് 300 വോട്ടിൻ്റെ വ്യത്യാസം വന്നാൽ അതൊരു വ്യത്യാസമല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ? അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ആണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആകമാനം എങ്കിലും വലിയ വിജയം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ആവർത്തനം യാതൊരു സംശയവുമില്ലാതെ നമുക്ക് ഈ പ്രാവശ്യത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഉറച്ച വിശ്വാസം. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ RSS ശാഖകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ജനസംഘത്തിൻ്റെ കാലം മുതൽ തന്നെ ഇവിടെ ഈ രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും ഈ സീറ്റ് എന്ന നിലയിൽ അസംബ്ലിയിലേക്കുള്ള സീറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്കുള്ള സീറ്റ് എന്ന അവസ്ഥയിലെത്തുമ്പോൾ അത് ഈ വളർച്ചയെ ഈ പറയപ്പെടുന്ന ജനസംഘത്തിൻ്റെ കാലഘട്ടം തൊട്ട് BJP ആയതിനു ശേഷവും ക്രമാനുഗതമായ വളർച്ച വോട്ട് ഷെയറിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് പിന്നെ ഒരുപക്ഷെ CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ ശേഷം ഏറ്റവും അധികം വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടി തന്നെയാണ് BJP. എന്നാലും അത് സീറ്റ് നിലയിൽ പ്രതിഫലിക്കുന്നില്ല. ഇതിന് ഒരു പ്രധാന കാരണം ഈ നേരത്തെ പറഞ്ഞ BJPയെക്കുറിച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നറേറ്റീവാണെന്നാണ് താങ്കൾ പറയുന്നത്. ഈ നറേറ്റീവിനെ പൊളിക്കുന്നതിനായിട്ട്, അതായത് ഈ നറേറ്റീവിൻ്റെ പേരിൽ BJP ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണ വേലയുടെ ഭാഗമായി ഉണ്ടായ ആ പ്രതിച്ഛായ തകർത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായിട്ട് എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽ മാത്രമല്ല, അത് ക്രിസ്ത്യൻ വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ ഏറ്റവും അധികം ആളുകൾ കടന്നു വരുന്ന പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയാണ്. നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നേതാക്കന്മാരടക്കം ഇപ്പോൾ റെജി ലൂക്കോസ് അടക്കം ഞാൻ കോട്ടയത്തെ ആധികാരികപ്പെടുത്തി കടന്നു വന്നുകൊണ്ടിരിക്കുക. ഓരോ തവണയും ഓരോരുത്തരാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നെറേറ്റീവിനെ സംബന്ധിച്ച് ഇതിവിടെ ഉണ്ടാക്കുന്ന പ്രൊപ്പഗണ്ട അജണ്ട, ആ അജണ്ട നമുക്ക് ഒരു മുമ്പ് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഭാരതത്തിൽ മൊത്തം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ ശാഖ, പക്ഷെ ഒരിക്കലും അവർ ഒരിക്കൽ പോലും ഒരു പൊളിറ്റിക്സ് ഇതിലേക്ക് വരികയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് CPMൻ്റെ 10 ഇരട്ടി വളർച്ച അല്ലെങ്കിൽ 100 ഇരട്ടി വളർച്ച, ഇന്ന് 100ാം വാർഷിക ആഘോഷത്തിൽ നിൽക്കുക. RSS സമസ്ത മേഖലകളിലേക്കും പടർന്നു നിൽക്കുക. അത് ഇവിടുത്തെ എല്ലാവരെയും അതിനകത്ത് ഇപ്പോൾ RSSൽ എനിക്കറിയാം, കോട്ടയം ജില്ലയിൽ ചുമതലയുള്ള ക്രിസ്ത്യൻ, അതായത് സംസ്ഥാന ചുമതലയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. RSSൽ നേരിട്ട് ചുമതലയുള്ളവരുണ്ട്. ഇന്ന് BJPയിൽ ഏറ്റവും കൂടുതൽ ഓരോരുത്തരെ എടുത്തു നോക്കിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മന്ത്രി കോട്ടയത്തു നിന്നുള്ള ആളാണ് ജോർജ് കുര്യൻ, അദ്ദേഹം മന്ത്രിയാണ്. അതുപോലെ തന്നെ എത്രയോ നേതാക്കന്മാർ, നമ്മളുടെ കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ ജില്ലാ പ്രസിഡന്റ്, അങ്ങനെ ജില്ലാ പ്രസിഡന്റുമാർ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ, ഇതൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് അവരൊക്കെ വരുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അത്രയും പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടി രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടാണ്. ആ രൂപപ്പെടുത്തലിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അത് നടക്കില്ല. കാരണം ഇവിടുത്തെ മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ ഉള്ള ആളുകളും BJP മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ അവർക്ക് മനസ്സിലായി. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അപൂർവം ചില ദൃശ്യമാധ്യമങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നെന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ എന്നൊരു ആളുകളുടെ മുമ്പിൽ ഇന്ന് എല്ലാത്തിനും ഉപരി അപ്പോൾ വിവരങ്ങൾ ഇന്ന് മനുഷ്യന് സാങ്കേതികമായി അറിയാനുള്ള ഒരു വശമുണ്ട്. പണ്ടെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അപൂർവം വരുന്ന ചില പത്രങ്ങൾ. പക്ഷേ ഇന്നെന്ന് പറയുന്ന ഈ സർവ്വസജ്ജമായ സോഷ്യൽ മീഡിയ ഇന്നുണ്ട്. അവർക്ക് അവരുടെ വിരൽത്തുമ്പിൽ ഈ കാര്യങ്ങൾ അറിയാം. ഇന്ന് കുട്ടികൾ നമ്മൾ നോക്കൂ, കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ, അതായത് യുവാക്കൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷകരായിട്ടുള്ള എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന ഇത്തരത്തിലേക്ക് വരുന്നത്
യാതൊരു സംശയവും വേണ്ട. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ നെറേറ്റീവിനെ നമ്മൾ ആ ഓപ്പോസിറ്റ് ഈ കാര്യങ്ങൾ കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ തന്നെ അതിനെ എതിർക്കും. അതാണ് വരാൻ പോകുന്ന ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഇതെല്ലാം അതിജീവിച്ച് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ക്രൈസ്തവ വിഭാഗം BJPയോട് അടുക്കുന്നു എന്ന് പറഞ്ഞു. അതേസമയം ഉത്തരേന്ത്യയിലടക്കം നടക്കുന്ന ചില ഒറ്റപ്പെട്ടതെന്ന് പറയാമെങ്കിൽ പോലും ചില ആക്രമണങ്ങൾ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെതിരെ, ചില പാസ്റ്റർമാർക്കെതിരെ ഒക്കെയുള്ള ചില ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവിടെ വലിയ പ്രചരണങ്ങൾ നടക്കാറുണ്ട്, വലിയ പ്രതിഷേധങ്ങളും നടക്കാറുണ്ട്. ഇതിനൊരു തടസ്സമായി വന്നിട്ടില്ല. ഇത് ഞാൻ പറയുന്ന ഒരു നറേറ്റീവിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശിവസേനയെ ആക്രമിച്ചു, അവിടുത്തെ പുരോഹിതരെ ഒക്കെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്ത, സംഘപരിവാർ. ഇത് പറയുന്ന അവർ ശിവസേന കോൺഗ്രസിൻ്റെ ആ ഘടകം ശിവസേന കോൺഗ്രസിൻ്റെ കൂടെയാണ് മഹാരാഷ്ട്രയിൽ. ഇതിനേക്കാൾ വലിയ ഇപ്പോൾ മണിപ്പൂരിലെ വിഷയം, അവിടെ അത് നമ്മുടെ പുരോഹിതന്മാരെല്ലാം രണ്ട് സമുദായ അല്ലെങ്കിൽ അത്തരം ഘടകങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിവിടെയുള്ള ആളുകൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമുള്ള ഈ പറയുന്ന സംഗതികൾ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു BJP പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു RSS പ്രവർത്തകൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ പേരിലാണ് FIR ഉള്ളത്? ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ടോ? പിന്നെ വരും വലിയ കോളത്തിൽ വാർത്ത, തലേദിവസം വരും. യഥാർത്ഥ പ്രതിയെ പിടിച്ചു കഴിയുമ്പോൾ ആ മൂന്നാമത്തെ പേജിൽ ചെറിയ വാർത്തയായിട്ട് വരും. സത്യം ചെരുപ്പിടുന്നതിന് മുമ്പേ നുണ ലോകം ചുറ്റുക. നമുക്ക് 100% ഉറപ്പില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം സംവിധാനം നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഭരണഘടനയിൽ ഊന്നി നിൽക്കുന്ന ഒരു സംവിധാനമല്ലേ? അന്വേഷിക്കാമല്ലോ നമുക്കെല്ലാവർക്കും. എന്തുകൊണ്ട് അത്തരത്തിൽ ഇന്ന ആളുകളാണ് പ്രതികൾ? RSSൻ്റെ ഇന്ന നേതാവ്, BJPയുടെ ഇന്ന നേതാവ്, ആരെങ്കിലും അങ്ങനെ ചെയ്തതായിട്ട് ഇന്നേ വരെ വന്നിട്ടുണ്ടോ? പിന്നെ ഹനുമൻ സേനയുണ്ട്. അതെങ്ങനെ? ഹനുമൻ സേനയുടെ കഴിഞ്ഞ ഇടയ്ക്കൊരു കുറച്ച് ആക്രമണം ഉണ്ടായി. ഹനുമൻ സേന BJPയുടെ അല്ല, രാമസേന BJPയുടെ അല്ല. ഒരു ഘടകം ശിവസേനയുടെ ഉണ്ടായിരുന്നത് BJPയുടെ അല്ല. ഈ ആക്രമണങ്ങൾ നടത്തിയെന്ന് പറയുന്നത് ആ സമയത്ത് ശിവസേനയുടെ ഒരു ഘടകം, അന്നുണ്ടായിരുന്ന ഒരു ഘടകം BJPയിലല്ല നിൽക്കുന്നത്. ഇതെല്ലാം ഏതെങ്കിലും ഒരു സംഗതി ആരെങ്കിലും എവിടെയെങ്കിലും ആക്രമിച്ചാൽ അതെല്ലാം BJP ആണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുന്നവർ. അതിപ്പം മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായി. അവർ തന്നെ നമ്മളല്ല, ക്രൈസ്തവ പുരോഹിതന്മാർ തന്നെ എന്താണ് നടക്കുന്നതെന്നുള്ളതിനുള്ള കൃത്യമായൊരു രൂപം ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ വിജയം. ഇപ്പോൾ മതതീവ്രവാദം ഒഴിച്ച് ഒരു വിഭാഗവുമായി ഒരു ശത്രുതയും BJPക്കില്ല എന്നാണ്. ഉറപ്പല്ലേ? ഞാൻ ചോദിക്കട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, അതിലുള്ള നേതാക്കന്മാരെ ഞങ്ങൾ ചുമതല കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ന്യൂനപക്ഷ മോർച്ചയുടെ എത്രയോ പരിപാടികൾ, പ്രോഗ്രാമുകൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. ന്യൂനപക്ഷ മോർച്ച എന്നുള്ള നിലയിൽ ഞങ്ങളുടെ BJPയുടെ ഒരു ഘടകമാണ് ന്യൂനപക്ഷ മോർച്ച. ഈ ന്യൂനപക്ഷ മോർച്ചയിൽ മുസ്ലിം ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ ചുമതലയിലുണ്ട്. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകളോടൊപ്പം തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളും ചുമതലയിലുണ്ട്. പല രീതിയിലുള്ള ഞാൻ പറഞ്ഞു, RSSൽ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ചുമതലയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ആക്സെപ്റ്റബിളായി മാറിക്കൊണ്ടിരിക്കുന്ന വിവിധ സാംസ്കാരിക പ്രവർത്തകരടക്കം BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. BJPയെക്കുറിച്ച് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഒരു വിഭാഗമോ ഉണ്ടാക്കിയെടുത്ത ഒരു ടാബു അത് തകർന്നു എന്നാണോ, തകർന്നിരിക്കുകയാണ്? ഇപ്പോൾ ആ ഒരു ഭീതി ന്യൂനപക്ഷങ്ങളിലില്ല എന്നാണോ പറയുന്നത്? ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു ഭീതിയും സംഘപരിവാര പ്രസ്ഥാനങ്ങളെ പറ്റിയിപ്പോയില്ല. അവർക്ക് ഭീതി ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രവാദം തന്നെ, യാതൊരു സംശയവും വേണ്ട. അവരുടെ അനുഭവത്തിൽ തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കാഞ്ഞിരപ്പള്ളിയിൽ അമൽജ്യോതിയിൽ ഒരു വലിയ വിഷയമുണ്ടായി. എങ്ങനെയുണ്ടായി? മാർസ്ലീവ മെഡിസിറ്റിയിൽ ഒരു സമരമുണ്ടായി. എവിടെ നിന്ന് വന്നു? ആരാണ് അതിൻ്റെ പുറകിൽ? ഭാരത് ഹോസ്പിറ്റലിൽ വലിയൊരു സമരം നീണ്ടു നിന്നു. ആരാണ് അതിന് പുറകിൽ? ചിന്തിക്കണ്ടേ? ഇപ്പോൾ ആരോഗ്യ മേഖല പണ്ട് ആരോഗ്യ മേഖലകളിൽ പോലും കൈവച്ച് തുടങ്ങിയതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നമ്മളൊരു യാഥാർത്ഥ്യബോധത്തോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ NDAക്ക് ജയിക്കാൻ കഴിയുന്ന അസംബ്ലി സീറ്റുകൾ കേരളത്തിലുണ്ട്.
അതേപോലെ തന്നെ ആര് ജയിക്കണം എന്ന് NDAക്ക് തീരുമാനിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളും ഉണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് മുന്നണികൾ UDFും LDFും ഉണ്ട്. ഈ UDFിനോടും LDFിനോടും ഉള്ള സമീപനം, ആരാണ് മുഖ്യ ശത്രു NDAയെ സംബന്ധിച്ചിടത്തോളം? NDAയെ സംബന്ധിച്ച് മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണ്. അല്ലാതെ LDFോ UDFോ CPMോ ഇവരൊന്നിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവാണെങ്കിലും ശരി, മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് വെളിയിൽ വന്നുകൊണ്ടിരിക്കുക. BJP ഒന്നിച്ചാണ് ഇവർ എതിർക്കുന്നത്. അപ്പോൾ അതിൽ മണമെടുത്തിട്ടാണ് ആളുകൾ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ വിശ്വാസത്തിലെടുക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് മുന്നണി എന്നുള്ളതൊന്നും ഇല്ല കേരളത്തിൽ. അത് തീർന്നു, അതിൻ്റെ കാലം കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണിയാണ് NDA എതിർക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ വോട്ട് NDAക്ക് തന്നെയായിരിക്കും. ഒരു കാരണവശാലും ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി മറുഭാഗത്തിന് അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു നെറേറ്റീവ് കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കേൾക്കാനില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വോട്ടിംഗ് ഷെയർ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ചെറിയൊരു ഉദാഹരണം ത്രിതല പഞ്ചായത്തിലെ പറഞ്ഞത്. ഓരോ നിയമസഭയും എടുത്ത് പരിശോധിച്ചാൽ ഓരോ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു എന്നുള്ളതും ഇപ്പോൾ എന്താണെന്നുള്ളതും നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അവരെ ആരെയും സഹായിക്കുക എന്നുള്ളതല്ല, NDAക്ക് ജയിക്കുക എന്നുള്ളതാണ്. അതിന് എന്ത് മാർഗമാണേലും ഏത് തരത്തിലാണേലും NDAയുടെ അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA ഇവിടെ ജയിക്കും. അല്ലെങ്കിൽ അതിന് ജനങ്ങൾ ഞങ്ങൾക്ക് അതിനുള്ള ഒരു മാൻഡേറ്റ് തരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് വ്യക്തിപരമായ ചില കാര്യങ്ങളിലേക്ക് വരും. തിരഞ്ഞെടുപ്പ് രംഗത്തും സജീവമായിരുന്നല്ലോ. ഇക്കുറി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് കരുതാമോ? എനിക്കിപ്പോൾ നിലവിൽ ഞാൻ മേഖലാ പ്രസിഡൻ്റായിരുന്നു. നമ്മുടെ സംവിധാനത്തിൽ മേഖലാ പ്രഭാരി എന്നുള്ളൊരു സ്ഥാനമാണ് എനിക്കിപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മേഖലയിലെന്ന് പറയുന്നത് ഞങ്ങൾക്ക് സംഘടന ഒരു ജില്ല എന്ന് പറയുന്നത് 2ആണ്. അങ്ങനെ 6 ജില്ലയുടെ ചുമതലയാണ് എനിക്കുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ 6 ജില്ല ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കളൊക്കെ മത്സരത്തിനൊക്കെ പോകും. അപ്പോൾ കുറച്ച് ആളുകൾ എന്തായാലും ശരി എൻ്റെ ചുമതലയിലാണ് ഈ 6 ജില്ല. ആ 6 ജില്ലയെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. അതിനുള്ള വർക്കും കാര്യങ്ങളും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സംഘടന എന്നോട് പറഞ്ഞ ഇത് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ സന്യാസിമാരല്ല. എവിടെയാണോ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. ആ കാര്യത്തിൽ അങ്ങനെയാണല്ലോ മത്സരിക്കാൻ. അങ്ങനെ 100% എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പാർട്ടിയെ ഈ ജില്ലകളിൽ എനിക്ക് ചുമതലയുള്ള ജില്ലകളിൽ അതിൻ്റെ പരമാവധി വിജയത്തിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രഥമ ലക്ഷ്യം. പിന്നെ വരുന്ന കാര്യങ്ങൾ പാർട്ടിയാണല്ലോ എല്ലാ കാര്യങ്ങളും. പാർട്ടി തീരുമാനിക്കുമ്പോൾ അത് അത്തരത്തിൽ നമ്മൾ ചിന്തിക്കും. നേരത്തെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. ആ മത്സരങ്ങളൊക്കെ തന്നെ ഒരു വിജയപ്രതീക്ഷയോടുകൂടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എന്താണ് നമ്മൾ ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പണ്ട് തൊട്ടേ ഉള്ള ഒരു മാമൂലകൾ എല്ലാം ഭേദിച്ചിട്ടുണ്ട്. എനിക്കറിയാം, കോട്ടയം നമുക്കറിയാം KM മാണി. ഞാൻ ആദ്യം മത്സരിക്കുന്ന KM മാണികൾ. ആദ്യം നമ്മുടെ വാഴൂരായിരുന്ന സമയത്ത് ജയരാജ് സാറിനോട് മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരത്തിൽ. പക്ഷെ പ്രധാന മത്സരം എന്ന് പറയുന്നത് KM മാണിയായിരുന്നു. ആ പ്രബലമായ ആ വലിയ വൻമരം ഞങ്ങൾക്ക് അവിടെ വളരെ തുച്ഛമായ വോട്ടുള്ള പാലായിൽ 7600. അപ്പോൾ ആ ഒരു പരിധിയിൽ നിൽക്കുന്ന വോട്ടുള്ള സമയത്ത് നമുക്കവിടെ 25,000-ഓളം വോട്ട് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ നമ്മളെ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കത്തില്ല, അത് പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്നു. പിന്നീട് ഞാൻ അവിടെ ബൈ ഇലക്ഷനാണ് മത്സരിക്കുന്നത്, മാണി സാറിൻ്റെ മരണത്തിന് ശേഷം. ആ സമയത്ത് എന്നുള്ള കേരള രാഷ്ട്രീയം മുഴുവൻ പാലായിലായിരുന്നു. കേരള രാഷ്ട്രീയം മുഴുവൻ ഓരോ മന്ത്രിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരപ്പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന പോലെ കൊടുത്തിരിക്കും. അവിടെ എന്നിട്ട് പോലും അന്ന് കിട്ടിയ വോട്ടിൽ നിന്ന് വലിയ കുറവ് വരാതെ എനിക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു. പിന്നീട് വന്ന ജനറൽ ഇലക്ഷൻ, അന്ന് എന്നോട് പാർട്ടി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കണം, ഉമ്മൻചാണ്ടിയായിട്ട് മത്സരം. അപ്പം ഞാൻ പറഞ്ഞു അത് പാലായിൽ മത്സരിക്കാം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ സമയത്ത് പാർട്ടി എന്നോട് പറഞ്ഞു പ്രബലനായ ഒരാൾ വേണം. അത് അദ്ദേഹം നേരത്തെ അന്ന് K. സുരേന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞു ശക്തനായ എതിരാളി തന്നെ ധർമ്മടത്തും പുതുപ്പള്ളിയിലും ഉണ്ടാകുന്നു. അങ്ങനെ എന്നോട് പുതുപ്പള്ളി മത്സരിക്കാൻ പറഞ്ഞു. പുതുപ്പള്ളിയിലും
ആ അടിയൊഴുക്കൾക്കുള്ളിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ ഇലക്ഷനുകളിലെ എല്ലാം നേരിട്ട് പാർട്ടി പറയുന്ന ആ തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ട് ഇനി വരുന്ന ഇലക്ഷൻ അതിൻ്റെയൊക്കെ ഇരട്ടിയിലേക്കുള്ള ഒരു വലിയ ഒരു അതിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നില്ല, വലിയ വിജയം ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും. ഈ മണ്ഡലങ്ങളിൽ മാത്രമല്ല, കോട്ടയത്തെ പല മണ്ഡലങ്ങളിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഓക്കെ, ഇത്രയും നേരത്തെ സംസാരിച്ചതിന് വളരെ നന്ദി. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി. നമസ്കാരം.